2005 സ്ഥാപിതമായ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ രൂപതയുടെ ദ്വിതീയ മെത്രാനായ ബഹുമാനപ്പെട്ട ബെന്നി വർഗീസ് ഇടത്തട്ടേൽ പിതാവാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം സാധിക്കും എന്ന പൗലോസ്ലീഹയുടെ വാക്യങ്ങൾ ആപ്തവാക്യമായി സ്വീകരിച്ച് ഈ രൂപതയെ നയിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പിതാവിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് പിതാവിനോട് ചോദിച്ചറിയാം. പിതാവേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവെ, സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോദ്യം വീട്ടുകാരെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ ആയിരിക്കും. ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ പേര് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ബെന്നി വർഗീസ് ഇടത്തട്ടേൽ പുൽപ്പറമ്പിൽ. ഞങ്ങളുടെ വീട്ടിൽ 2 വീട്ടുപേരെല്ലാം അറിയപ്പെടുന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 9 മക്കളാണ്. അതിനകത്ത് 2 പേര് ഞങ്ങൾ അച്ഛന്മാരാണ്, 2 പേര് സിസ്റ്റേഴ്സുമാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ CMI സഭയിലെ ഒരു അംഗമാണ്. പക്ഷേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ എന്ന നാമധേയത്തിലാണ്. പക്ഷേ എന്നെ അറിയുന്നത് ബെന്നി വർഗീസ് ഇടത്തട്ടേൽ എന്ന പേരിലാണ്. ആ ചെറുപ്പകാലത്ത് തന്നെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും ചെലുത്താറില്ല. ഏത് പേര് ചേർക്കണം അല്ലെങ്കിൽ ഏത് വീട്ടുപേര് കൂട്ടിച്ചേർക്കണമെന്ന്. അപ്പോൾ എന്നെ ചേർത്തപ്പോൾ എൻ്റെ അമ്മച്ചി കൊണ്ട് എന്നെ ചേർത്തത് ഇടത്തട്ടയിൽ നിന്നും, പിന്നെ ജ്യേഷ്ഠനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തപ്പോൾ സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ എന്ന നാമധേയത്തിലുമാണ് ചേർത്തത്. എൻ്റെ വീട്ടിൽ എനിക്ക് 4 സഹോദരങ്ങളുണ്ട്, 4 സഹോദരിമാരുണ്ട്. മൂത്ത സഹോദരി മരിച്ചുപോയി. ബാക്കി ഉള്ള സഹോദരങ്ങളെല്ലാവരും തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലായി സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വളരെ കാലങ്ങൾക്ക് മുൻപ് മരിച്ചു പോയതാണ്. ഞാൻ വരുന്നത് വടാട്ടുപാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. വടാട്ടുപാറ സ്ഥിതി ചെയ്യുന്നത് കോതമംഗലം രൂപതയിലുള്ള ഒരു സ്ഥലമാണ് വടാട്ടുപാറ എന്ന് പറയുന്നത്. അവിടെ ഏകദേശം 450ഓളം കത്തോലിക്ക കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഇടവകയാണ്. ആ ഇടവകയിൽ നിന്നുമാണ് ഞാൻ മിഷൻ പ്രവർത്തനത്തിനായി ഒരു സെമിനാരിയിലേക്ക് ചേരുവാനായിട്ട് ഞാൻ 1986 ഞാൻ വരുന്നത്. പിതാവിൻ്റെ സഹോദരിമാർ സിസ്റ്റേഴ്സാണെന്ന് പിതാവ് പറഞ്ഞു. അവരെവിടെയാണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്? എൻ്റെ മൂത്ത സഹോദരി ബോംബെയിൽ ഉള്ള ഡോട്ടേഴ്സ് ഓഫ് സെയിൻറ്റ് പോൾ എന്ന സഭയിലെ അംഗമാണ്. രണ്ടാമത്തെ സഹോദരി സിസ്റ്റേഴ്സ് ഓഫ് ദ ബ്ലെസ്സഡ് സാക്രമെൻറ്റ് ആരാധനാ മഠത്തിലെ ഒരംഗമാണ്. ഇപ്പോൾ സഹോദരി നാഗാലാൻഡിൽ ഉള്ള ജക്കാമ കോളേജ് എന്ന കോളേജിൽ അധ്യാപികയാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ജ്യേഷ്ഠൻ ഇപ്പോൾ തൊടുപുഴ അടുത്ത കൊടുവേലി എന്ന ആശ്രമത്തിലാണ്. ജ്യേഷ്ഠൻ ഒരു പ്രാസംഗികനാണ്. വളരെയധികം മനോഹരമായ ഗാനങ്ങളൊക്കെ എഴുതി ധ്യാനങ്ങൾ കൂടി സൈക്കോ സ്പിരിച്വൽ ലോഗോസ് എന്ന ഒരു സെൻട്രൽ രീതിയിൽ ജ്യേഷ്ഠൻ സേവനമനുഷ്ഠിക്കുന്നു. അനേകം ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ആ പ്രവർത്തനത്തിൽ കൂടി ജ്യേഷ്ഠന് സാധിക്കുന്നു. പിതാവ് പറഞ്ഞു പിതാവിൻ്റെ ഒരു സഹോദരൻ നാഗാലാൻഡിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നിച്ചാണോ ഇവിടെ വന്നത്, അതോ മുൻപ് സഹോദരി അവിടെ ഉണ്ടെന്ന് പിതാവിന് അറിയാമായിരുന്നോ? 1986 നാഗാലാൻഡ് എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഒരു മുള പൊട്ടിയൊരു ആഗ്രഹമായിരുന്നു, ഒരു വൈദികനാകണം എന്ന ഒരു ആഗ്രഹം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് 2 വൈദികരുമായിട്ട് എനിക്ക് ഇടപഴകുവാനായിട്ട് സാധിച്ചു. തിയോബോൾഡ് CMI എന്ന് പറയുന്ന അച്ഛനും അതുപോലെ തന്നെ ബീഡ് CMI എന്ന് പറയുന്ന അച്ഛനും ചെങ്കര നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തിൽ അവിടെ 1 വർഷക്കാലം നിന്നാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ നേരെ മൂത്ത സഹോദരി കോൺവെൻറ്റിൽ ചേരുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ആ സഹോദരിയെ അച്ഛൻ മുഖേന നോർത്ത് ഈസ്റ്റിലുള്ള അവരുടെ ആരാധനാ മഠത്തിലെ പ്രോവിൻസിലോട്ട് പറഞ്ഞയച്ചു. പക്ഷെ ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിച്ചത് CMI സഭയിലായിരുന്നു. CMI സഭയിലോട്ട് ഞാൻ അവിടെ ഒരു വൊക്കേഷൻ പ്രൊമോഷന് കളമശ്ശേരിയിൽ പോകാനിടയായി. പക്ഷേ ഞാൻ വളരെ ചെറുപ്പമായതുകൊണ്ട്
CMI സഭയിലെ മതാധ്യാപകർ എന്നോട് പറഞ്ഞു, PDC കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതിയല്ലോ, അതുപോലെ തന്നെ 15 വയസ്സ് മാത്രമേ എനിക്ക് അന്ന് പ്രായമുള്ളൂ. എന്നോട് പറഞ്ഞു 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചെറുപ്പത്തിലെ തന്നെ സെമിനാരിയിൽ എവിടെയെങ്കിലും ചേരണമെന്ന് അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചത് മൂലം വൈദികൻ ഫാദർ ബീഡ് CMI എന്നെ പാലായിലുള്ള ഒരച്ഛൻ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് നാഗാലാൻഡിൽ നിന്നും വന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ബിഷപ്പ് ജോസ് മുക്കാല, ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡായി. അദ്ദേഹം അന്ന് ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയിലെ റെക്ടറായിരുന്നു. അച്ഛൻ കുട്ടികളെ അന്വേഷിച്ച് കേരളത്തിലോട്ട് വരുവാനും അച്ഛനോട് ചെന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അച്ഛനോട് ഒത്ത് ഞാൻ 1986 ജൂൺ 19-ാം തീയതി ഞാൻ കേരളത്തിൽ നിന്നും നാഗാലാൻഡിലേക്ക് യാത്രയായി. അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ സഹോദരി ആ രൂപതയിൽ തന്നെ അവിടെ സെമിനാരിയുടെ തൊട്ടടുത്തുള്ള ഒരു കോൺവെൻറ്റിലെ അംഗമാണ് എന്ന് അറിയുവാനായിട്ട് എനിക്ക് സാധിച്ചത്. 23-ാം തീയതി ഞാൻ അവിടെ എത്തി. 24-ാം തീയതി ജോസ് മുക്കാല പിതാവ് തന്നെ എന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിലിരുത്തി ഈ കോൺവെൻറ്റിൽ കൊണ്ടുപോയി. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സഹോദരി ചോദിച്ചു, നീ എന്തിനാണ് നീ ഇവിടെ വന്നത്? കാരണം നീ ബിജ്നോറിന് പോകാനായിട്ട് നീ ആഗ്രഹം പ്രകടിപ്പിച്ചതല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ ഓരോ വിധിയാണ്. ഞാൻ എവിടെ പോകണമെന്നും എവിടെ വരണം എന്നും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അല്ലാതെ നമ്മളുടെ ആഗ്രഹം മാത്രം പോരാ. പക്ഷെ നാം ദൈവത്തിൻ്റെ ആഗ്രഹം എപ്പോഴും നമ്മുടെ മുൻപിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം അത് എല്ലാം വഴി നടത്തും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഇങ്ങനെ എത്തിച്ചേർന്നു. പിന്നെ എനിക്ക് വേറെ തിരിഞ്ഞു നോട്ടമില്ലായിരുന്നു. അവിടെ തന്നെ പഠിച്ചു. മൈനർ സെമിനാരിയും ഫിലോസഫിയും പഠനശേഷം ഞാൻ എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്തു. തീർച്ചയായിട്ടും പിതാവ് പറഞ്ഞത് വളരെ ശരിയാണ്. സംഭവിച്ചതെല്ലാം ദൈവഹിതമാണ്. അല്ലായിരുന്നെങ്കിൽ പിതാവ് CMIയിൽ പോയിരുന്നെങ്കിൽ ഇവിടെ ഒരു പക്ഷേ ഈ രൂപതയിലൊരു പിതാവായിട്ട് എത്തില്ലായിരുന്നു. എങ്കിലും ഏതാണ്ട് 37 വർഷക്കാലം ശുശ്രൂഷ ചെയ്തൊരു നാടാണ് കോഹിമ. അവിടെ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് ഇറ്റാനഗർ രൂപതയിലേക്ക് ഒരു പിതാവായിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പിതാവിനുണ്ടായ വികാരം എന്താണ്? എന്നെ ഡൽഹിയിലേക്ക് നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് ലിയോപോൾ ജിറേലി, ഇപ്പോൾ നുൻസിയോ ആണ്, അദ്ദേഹം എന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഞാൻ ഡൽഹിയിൽ ചെന്ന് അദ്ദേഹത്തെ കാണുന്ന സമയത്ത് എന്നോട് പിതാവ് പറഞ്ഞതാണ്, ഫാദർ ബെന്നി, ദ ഹോളി ഫാദർ വാണ്ട്സ് യു ടു ഗോ ടു അരുണാചൽ. അത് കേട്ട കഴിഞ്ഞ വഴി എൻ്റെ ആദ്യത്തെ ഒരു പ്രതികരണം, ഞാൻ അരുണാചലിലേക്ക് പോകുവാനായിട്ട് അത്ര താല്പര്യപ്പെടുന്നില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ നാഗാലാൻഡിലുള്ള ആളുകളുടെ ജീവിത രീതിയുമായിട്ട് ഒത്തിരി ഇടപഴകി അവരുമായിട്ട് ഒത്തിരി ജീവിച്ച് 30-37 വർഷം ജീവിച്ചതാണ്. അവിടെയുള്ള എല്ലാ ഇടവകകളും എനിക്കറിയാമായിരുന്നു. പല മേഖലകളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വേർപെടുത്തൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് നുൻസിയോ എന്നോട് പറഞ്ഞത്, ഞാനല്ല അച്ഛനോട് ചോദിക്കുന്നത് അരുണാചലിൽ പോകുവാനായിട്ട്, തിരുസഭയാണ് അച്ഛനോട് ചോദിക്കുന്നത്. അച്ഛൻ അരുണാചലിലോട്ട് പോയി അവിടെ യേശുവിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, സേവനമനുഷ്ഠിക്കുക. അത് പരിശുദ്ധ പിതാവ് സഭയിലെ ഒത്തിരിയേറെ ആളുകളുമായിട്ട് ചിന്തിച്ച് ഇതിന് ശേഷം എടുത്ത തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം അതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ പിതാവ് എന്നോട് പറഞ്ഞു, പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചെൻ്റെ ഓഫീസിൽ വരിക എന്ന് പറഞ്ഞു. ഞാൻ പിതാവിൻ്റെ വസതിയിലുള്ള ഒരു ചെറിയൊരു ചാപ്പലിൽ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന 1-2 കാര്യങ്ങളാണ്. ഞാൻ വൈദികനായി ഇതിന് ശേഷം ഒരിക്കലും എന്നെ എവിടെ നിയമിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് എൻ്റെ പിതാവ് എന്നോട് എൻ്റെ മെത്രാൻ പറയുമ്പോൾ ഞാൻ ഒരിക്കലും നിരസിച്ചിട്ടില്ല. കാരണം വൈദികനാകുന്ന ആ അവസരത്തിൽ നാം തിരഞ്ഞെടുത്താണ് ഐ വിൽ ബി ഒബീഡിയൻറ്റ് ടു മൈ ബിഷപ്പ് ആൻഡ് ഹിസ് സക്സസേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പിതാവ് പറയുകയാണ് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ജസ്റ്റ് ഗോയിങ് അഗെയിൻസ്റ്റ്
ദാറ്റ് ഒബീഡിയൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഞാൻ പോയിക്കൊള്ളാം. അരുണാചൽ എന്ന സംസ്ഥാനത്തിൽ ഇറ്റാനഗർ എന്ന രൂപതയിൽ തീർച്ചയായിട്ടും പരിശുദ്ധപിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച്, തിരുസഭയുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ പോയിക്കൊള്ളാമെന്ന് ആർച്ച് ബിഷപ്പ് ലിയോപോൾ ഗിരയിലേക്ക് വാക്ക് കൊടുത്തു. സ്വാഭാവികമായിട്ടും നാഗാലാൻഡും അരുണാചലും തമ്മിൽ പല കാര്യങ്ങളും വ്യത്യാസമുണ്ട്. സംസ്കാരം ഒരുപക്ഷെ സാമ്യമുണ്ടെങ്കിൽ പോലും ഭാഷയുടെ കാര്യത്തിൽ, വിശ്വാസ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. പിതാവ് ആദ്യമായിട്ട് അരുണാചലിലേക്ക് വരുന്നത് പിതാവായിട്ട് നിയുക്തനായതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വ്യത്യാസത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ ചിന്ത എന്തായിരുന്നു? നമ്മളുടെ നോർത്ത് ഈസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ 15 രൂപതകളുണ്ട് 7 സംസ്ഥാനങ്ങളിലായിട്ട്. ഈ 7 സംസ്ഥാനങ്ങളുടെയും സംസ്കാരം ഒത്തിരി സാമീപ്യമുള്ള ഒരു സംസ്കാരമാണ്. പ്രത്യേകിച്ച് നാഗാലാൻഡ് എന്ന സംസ്ഥാനത്തെയും അതുപോലെ തന്നെ അരുണാചൽ എന്നുള്ള ഈ സംസ്ഥാനത്തിലെയും ആളുകളുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട് എന്നെനിക്കറിയാം. കാരണം നാഗാലാൻഡിൽ പ്രധാനമായിട്ടും 17 ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് ജീവിക്കുന്നത്. അരുണാചലിൽ പ്രധാനമായിട്ടും 26 ഗോത്രവർഗത്തിലുള്ള ആളുകളും ഏകദേശം 104 ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ 2 രൂപതകളുമായിട്ട് ഒത്തിരി സാമീപ്യം ഉണ്ടല്ലോ, ഒത്തിരി വ്യത്യാസമൊന്നും കാണാൻ സാധിക്കുകയില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസം തീർച്ചയായിട്ടും അധികം നാളായിട്ടില്ല അരുണാചലിലോട്ട് കടന്നു വന്നിട്ട്. നാഗാലാൻഡിൽ കടന്നു വന്നിട്ട് കുറേ വർഷങ്ങളായി. ആ വ്യത്യാസമുണ്ട്. നമ്മളുടെ വിശ്വാസപരമായ, ക്രിസ്തീയ വിശ്വാസപരമായ കാര്യങ്ങളിൽ കുറച്ച് അന്തരങ്ങൾ, ഇച്ചിരി ഗ്യാപ്സ് കാണാൻ നമുക്ക് സാധിക്കും. പക്ഷേ അല്ലാതെ തന്നെ അവരുടെ ജീവിത രീതികൾ ഒത്തിരി സാമ്യമുള്ളതാണ്. പിതാവ് ഈ ഒരു രൂപതയുടെ അധ്യക്ഷനായിട്ട് ഏതാണ്ട് 1 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ പിതാവിനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ 1 വർഷത്തിനിടയ്ക്ക് ഞാൻ എൻ്റെ ഈ രൂപതയിൽ എല്ലാ ഇടവകകളിലും പോയി എല്ലാ ജനങ്ങളെയും എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. കാരണം ഞാൻ ജൂലൈ 10-ാം തീയതി 1923 ആദ്യമായിട്ട് അരുണാചലിലോട്ട് വരുമ്പോൾ ഹൊളോങ്കി എന്ന ഗേറ്റിൽ വെച്ച് അവരോട് എന്നോടൊരു ചോദ്യം ചോദിച്ചു. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി ആസ് ദ ബിഷപ്പ് ഓഫ് ഇറ്റാനഗർ? പ്രധാനമായിട്ടും പിതാവ് എന്താണ് അരുണാചൽ എന്ന സംസ്ഥാനത്തിലെ ആളുകൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടും എൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എൻ്റെ ജനങ്ങളെ അറിയുക എന്നാണ്. അപ്പോൾ 6 മാസക്കാലത്തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ രൂപതയിലുള്ള എല്ലാ ഇടവകകളും സന്ദർശിച്ചു. ജനങ്ങളെയും എല്ലാവരെയും വിശ്വാസികളെയെല്ലാം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യമാണ് എനിക്ക് ഒത്തിരി സന്തോഷമേകുന്ന ഒരു സംഭവം. പിതാവ് പറഞ്ഞു ഏതാണ്ട് 6 മാസം 1 വർഷം കൊണ്ട് പിതാവ് ഈ രൂപതയിലെ എല്ലാ ഇടവകകളും സന്ദർശിച്ച് കഴിഞ്ഞു എന്നാണ് പിതാവ് പറഞ്ഞത്. ഈ 1 വർഷം കൊണ്ട് പിതാവ് ഈ ഇടവകളെല്ലാം സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ പിതാവിന് പ്രത്യാശ നൽകിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇടവകകൾ സന്ദർശിക്കുന്ന അവസരത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്, ഇവിടെയുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് അരുണാചൽ എന്ന സംസ്ഥാനത്തിൽ ഇറ്റാനഗർ എന്ന രൂപതയിലുള്ള ജനങ്ങൾ ഒത്തിരി പ്രാർത്ഥനാ നിരതരായ ആളുകളാണ്. അവരുടെ ബുദ്ധിമുട്ടുകളിലും അവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും സന്തോഷത്തിലും എല്ലാം അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഒരു ജനമാണ്. സോ അത് തന്നെ എനിക്കൊരു ഒത്തിരി സന്തോഷം നൽകി. കാരണം ഞാൻ വന്നിരിക്കുന്നത് പ്രാർത്ഥനാ നിരതരായ ഒരു ജനങ്ങളുടെ മധ്യേ ആണ് എന്ന പൂർണ്ണമായ ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായി. ഒന്നും അറിയാത്ത ഒരു വ്യക്തികളല്ല, പക്ഷേ പ്രാർത്ഥനയിൽ മുഴുകി പ്രാർത്ഥനയിൽ കൈവരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ജനതയാണ് ഇറ്റാനഗർ രൂപതയിലുള്ള ജനത എന്ന് എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു. അത് ഒത്തിരിയേറെ സന്തോഷം എനിക്ക് നൽകി. ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ ഈ രൂപത നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് പിതാവ് കരുതുന്നത്? ഈ രൂപതയിൽ നാം നോക്കുമ്പോൾ വെല്ലുവിളികൾ ഒത്തിരിയാണ്. കാരണം കത്തോലിക്ക വിശ്വാസം കടന്നു വന്നിട്ട് 48 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ രൂപത സ്ഥാപിച്ചിട്ട് 18 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 18 വർഷത്തിൻ്റെ കാലയളവിൽ ഏകദേശം 487 പള്ളികൾ
നമ്മളുടെ ഈ രൂപതയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വില്ലേജ് പള്ളികൾ, നമ്മളുടെ ഇടവകകൾ 53 ഇടവകകളുണ്ട്. ഓരോ ഇടവകയുടെ കീഴിലും പല ഗ്രാമങ്ങളാണ്. ഓരോ ഗ്രാമങ്ങളിൽ എത്തുവാനായിട്ട് നമുക്ക് ഒത്തിരി ഏറെ യാത്ര ചെയ്യേണ്ടതാണ്. ചിലപ്പോഴൊക്കെ 1-2 ദിവസമൊക്കെ നടന്നാൽ മാത്രമേ ഒരു ഇടവകയിൽ നിന്ന് ആ ഇടവകയുടെ കീഴിലുള്ള ഗ്രാമത്തിലെത്തുവാനായിട്ട് സാധിക്കുള്ളൂ. സോ ഡിസ്റ്റൻസ് ഈസ് എ ബിഗ് പ്രോബ്ലം. യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഈസ് ഇൻഡെപ്ത് ഫെയ്ത്ത് ഫോർമേഷൻ. നമുക്ക് പ്രധാനമായിട്ടും വിശ്വാസ പരിശീലനം നല്ലതുപോലെ വിശ്വാസത്തിൽ പരിശീലിപ്പിച്ച് മുൻപോട്ട് കയറ്റി കൊണ്ടുവരേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. അതൊരു വെല്ലുവിളി തന്നെയാണ്. മൂന്നാമത്തെ വെല്ലുവിളി ഞാൻ അഭിമുഖീകരിക്കുന്നത് നമ്മളുടെ യുവജനങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവരുടെ ഗ്രാമങ്ങളിൽ നിന്നും ടൗൺ ഏരിയകളിലോട്ട് വരികയാണ്. ടൗൺ ഏരിയകളിലോട്ട് വന്നു കഴിയുമ്പോൾ ടൗണിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവർ നമ്മളുടെ പള്ളികളിൽ നിന്നും കുറച്ച് അകന്ന് പോവുകയാണ്. കാരണം ആരും ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അവരെ. കാരണം അവർ താമസിക്കുന്നത് ഏതെങ്കിലും വാടക വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ അങ്ങ് ഫോളോ അപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ 3 വെല്ലുവിളികളാണ് ഞാൻ പ്രധാനമായിട്ടും എൻ്റെ മുൻപിൽ കാണുന്ന വെല്ലുവിളികൾ. പിതാവേ, ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ വിശ്വാസ പരിശീലന പരിപാടികൾ, വേദപാഠം അതുപോലെയൊന്നും നിലവിൽ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസ പരിശീലനത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഒന്ന് പറയാമോ? അച്ഛൻ ചോദിച്ച നല്ലൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, ഞാനാണ് ഈ നോർത്ത് ഈസ്റ്റ് രൂപതയിൽ 15 രൂപതയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഡയറക്ടർ ആയിട്ട് ചെയർമാനായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. നോർത്ത് ഈസ്റ്റിൽ ആസ് എ ഹോൾ പല രൂപതകളിലും വിശ്വാസ പരിശീലനം നടക്കുന്നുണ്ട്. സ്കൂളുകളിൽ വഴിയായും അതുപോലെ തന്നെ സൺഡേ സ്കൂൾ വഴിയായിട്ടും പരിശീലനം നടക്കുന്നുണ്ട്. നമ്മളുടെ രൂപതയിൽ ഇറ്റാനഗർ എന്ന രൂപതയിൽ സ്കൂളുകളിൽ ചില സ്കൂളുകളിലുണ്ട്. പക്ഷേ ഇനിയും നമ്മൾ ഒത്തിരി ഊന്നൽ കൊടുക്കേണ്ടത് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മളുടെ കത്തോലിക്ക വിശ്വാസത്തിലെ കുട്ടികളെ നല്ല വിശ്വാസത്തിൽ പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവരുന്നത് ഓരോ വൈദികരുടെയും അൽമേയ പ്രേക്ഷിതരുടെയും കടമയാണ്. രണ്ടാമത്തേത് ആയിട്ട് സൺഡേ സ്കൂൾ, അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും ആളുകൾ പള്ളികളിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ അവിടെ ഈ പള്ളികളിൽ വരുന്ന മാതാപിതാക്കളെ നമ്മൾ ഒത്തിരിയേറെ അവരെ എൻകറേജ് ചെയ്ത് അവരുടെ കുട്ടികളെ പള്ളികളിലോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അവരുടെ യുവജനങ്ങളെ പള്ളികളിലോട്ട് അടുപ്പിക്കുവാനായിട്ട് മാതാപിതാക്കളിൽ കൂടി നമുക്ക് സാധിക്കണം. അവർ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഇടവകകളിൽ കൊച്ചു വേദപാഠങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമാണ്. അത് പ്രധാനമായിട്ടും മാതാപിതാക്കളുടെ കടമയാണ്, മത അധ്യാപകരുടെ കടമയാണ്. അതുപോലെ തന്നെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നമ്മളുടെ ഒക്കെ കടമയാണ് ഇവരെ നമ്മളുടെ വിശ്വാസം നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്നത്. അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം, പക്ഷേ ഒത്തിരി ത്യാഗങ്ങൾ നമുക്ക് സഹിക്കണം. നമുക്ക് അതിൻ്റേതായ പാഠപുസ്തകങ്ങൾ നമുക്ക് ഒത്തിരി ഇറക്കണം. അതിനൊക്കെ ഒത്തിരി നമുക്ക് പ്രയത്നം ഒത്തിരി ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യാൻ സാധിക്കും ഇവർക്ക് വേണ്ടിയിട്ട്. പിതാവ് പറഞ്ഞതുപോലെ തന്നെ വില്ലേജുകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരുടെ ജോലിക്കായിട്ട് അവരുടെ പഠനത്തിനൊക്കെ ആയിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യുവജനങ്ങളെ എങ്ങനെ ആണ് വിശ്വാസത്തിൽ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യുവജന പ്രേക്ഷിതത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? ഞാൻ എൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം ആദ്യമായിട്ട് ചെയ്തത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും അച്ഛന്മാരെ വിളിച്ചിട്ട് അവരുമായിട്ട് സംസാരിച്ചു. പ്രത്യേകിച്ച് യൂത്ത് മിനിസ്ട്രിയിൽ പ്രധാനമായിട്ടും യൂത്ത് ഡയറക്ടർ ഉണ്ട്, അസിസ്റ്റൻറ്റ് യൂത്ത് ഡയറക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഡയസിസൻ യൂത്ത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അവരെ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു, അവരുമായിട്ട് സംഭാഷണം നടത്തി, പ്ലാനുകളുണ്ടാക്കി. ഇപ്പോൾ ഇറ്റാനഗർ രൂപതയിൽ പ്രധാനമായിട്ടും ഈ 53 ഇടവകകൾ 5 ഡീനറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മളുടെ നാട്ടിലുള്ള ഫൊറോന പള്ളിയെ ആണ് ഈ ഡീനറി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡീനറിയിലും 10-13 ഇടവകകളുണ്ട്. അപ്പോൾ ഓരോ ഇടവകയിലും
യുവജന ഗ്രൂപ്പ് ഓരോ പള്ളികളിലും അവരവരുടേതായ യുവജനങ്ങളുടെ യൂണിറ്റുകളുണ്ട്. ഈ കുട്ടികളെ കിട്ടുന്നത് നമുക്ക് പ്രത്യേകിച്ചും 2 മാസക്കാല അവരുടെ അവധിക്കാലങ്ങളിൽ. ഈ അവധിക്കാലങ്ങളിൽ കുട്ടികൾ വന്നു കഴിയുമ്പോൾ ആ അവധിക്കാലം നാം പ്രയോജനപ്പെടുത്തണം. ആ പാരിഷ് ഓരോ ഇടവകയിലെ യൂണിറ്റ് മെമ്പേഴ്സും അതുപോലെ തന്നെ രൂപതയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും തമ്മിൽ ധാരണയിലെത്തിയിട്ട് ഓരോ ഡീനറികളിലും നമുക്ക് യുവജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം. വിദ്യാഭ്യാസം വേണം, പല അവർക്ക് വേണ്ടുന്ന ഓരോ പ്രോത്സാഹനങ്ങൾ നൽകി, ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തെ നല്ലപോലെ പരിപോഷിപ്പിച്ച് പല കോമ്പറ്റീഷനുകളൊക്കെ നടത്തി അവരെ പഠിപ്പിക്കണം. ഒരു എൻകറേജ്മെൻറ്റ് ചെയ്ത് അവരെ കൊണ്ടുവരുന്നാൽ നമുക്ക് സാധിക്കും. കാരണം 10 മാസക്കാലം ഈ കുട്ടികൾ ഓരോ ടൗണുകളിലുള്ള ഓരോ ബോർഡിംഗ് സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത്. ആ ബോർഡിംഗ് സ്കൂളുകളൊന്നും നമ്മൾ നോക്കുന്ന സ്കൂളുകളല്ല. അപ്പോൾ അവരുടെ ആ വിശ്വാസ പരിശീലനം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ 2 മാസക്കാലം നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസ പരിശീലന കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, ഒപ്പം തന്നെ ഇവിടെ നിന്നുള്ള അൽമാരുമുണ്ട്. ഇവരെ കൊണ്ടൊക്കെ തന്നെ ഈ ഒരു വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പിതാവ് വിശ്വസിക്കുന്നുണ്ടോ? അവരെ കൊണ്ട് മാത്രം നമുക്ക് സാധിക്കുകയില്ല. കാരണം ഇവിടുത്തെ ആളുകളെ തന്നെ പഠിപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് നമ്മളുടെ നാടുകളിൽ നിന്നും അതുപോലെയുള്ള മറ്റ് മേഖലകളിൽ നിന്നും ഒത്തിരിയേറെ ആ കുട്ടികൾ, യുവജനങ്ങൾ മുൻപോട്ട് വരികയും ആ യുവജനങ്ങളിൽ കൂടി ഈ ഇറ്റാനഗർ എന്ന രൂപത്തിലുള്ള യുവജനങ്ങളെയും കുട്ടികളെയും ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് മഹാമനഷ്കിതരായ നിങ്ങളെപ്പോലെയുള്ള യുവജനങ്ങളൊക്കെയാണ് ഇറങ്ങേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ നിന്നും പല മേഖലകളിൽ നിന്ന് യുവജനങ്ങൾ ഇറ്റാനഗർ രൂപതയിലേക്ക് വരുന്നുണ്ട്. ജീസസ് യൂത്ത് ഈസ് ഡൂയിങ് വണ്ടർഫുൾ വർക്ക് ഇൻ മൈ ഡയസിസ്. ജീസസ് യൂത്തിൻ്റെ ആളുകൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫ്രാൻസേലിയൻ മിഷണറി സമൂഹം, അത് MSFS ഫാദേഴ്സിൻ്റെ സമൂഹം ചെയ്യുന്നുണ്ട്. ഈശോ സഭയിലെ SJ ഫാദേഴ്സിൻ്റെ സമൂഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഡോൺ ബോസ്കോ ഫാദേഴ്സ് ആർ ഡൂയിങ് വണ്ടർഫുൾ വർക്ക് ആൻഡ് മെനി ഗ്രൂപ്സ് ദേ collectively we put our work, our hands together, our heads together, our hearts together to make our young people more vibrant. പിതാവ്, ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് മതത്തിൻ്റെ പേരിലും സംസ്കാരത്തിൻ്റെ പേരിലും മറ്റു പല രീതിയിലുമുള്ള സ്പർദ്ധകൾ ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നത്. തീർച്ചയായും നമ്മളെല്ലാം ഇത് കാണുന്നുണ്ട് പല രീതിയിൽ. ഒരു കത്തോലിക്ക സഭയിലെ ഒരു മെത്രാൻ എന്ന നിലയിൽ സഭ മൊത്തമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്നാണ് പിതാവ് കരുതുന്നത്? ഒപ്പം തന്നെ ഈ ഒരു സമൂഹത്തിൽ, ഈ ഒരു രൂപതയുടെ അതിർത്തിയിൽ എങ്ങനെയാണ് പിതാവ് ഈ ഒരു ഐക്യത്തിൻ്റെ ആത്മാവിനെ കെടാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്? കത്തോലിക്ക വിശ്വാസത്തിൽ കൂടി വളർന്നു വന്ന എനിക്ക് ഒരു വൈദികനായി ഇപ്പോൾ മെത്രാനായി നിൽക്കുന്ന അവസരത്തിൽ പറയുവാനായിട്ടുള്ളത്, നാം എല്ലാ മതസ്ഥരുമായിട്ട് ഒന്നിച്ച് സ്നേഹത്തോടും സന്തോഷത്തോടും സാഹോദര്യത്തോടും കൂടി മുൻപോട്ട് പോകണം. നമ്മൾക്കറിയാമല്ലോ, ചെറുപ്പകാലത്ത് നമ്മൾ പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. മതം ആവശ്യമാണ്, പക്ഷെ മനുഷ്യൻ എപ്പോഴും നന്മ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കണം. ഏത് മതത്തിൽപ്പെട്ട ആൾ ആയിക്കോട്ടെ, എല്ലാവരെയും സ്നേഹത്തോടും സന്തോഷത്തോടും ഒരുമയോടും കൂടി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനോട് പറഞ്ഞല്ലോ, കൊച്ചു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വടാട്ടുപാറയിൽ നിന്ന്. ഞങ്ങൾ എല്ലാ മതസ്ഥരും ഉണ്ട്, ഒന്നിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ്. ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, കത്തോലിക്കരായിക്കോട്ടെ, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഒരുമയോടുകൂടി ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ വളർന്നു വന്നതാണ്. ആ കൂട്ടായ്മയാണ് നമുക്കെല്ലാം ആവശ്യം. അച്ഛൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാം, ഇറ്റാനഗർ രൂപതയിൽ പ്രത്യേകിച്ച് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ ഒത്തിരിയേറെ മറ്റ് മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. ക്രൈസ്തവരായ അനേകം ആളുകൾ നമ്മളുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളുടെ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പോകുന്നുണ്ട്. അവരുടെയൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ 1-2 പേർ ഉണ്ടായിരിക്കാം നമ്മളോട്, നമ്മളുടെ ഐഡിയയോട് അത്രയും സാമീപ്യമില്ലാത്ത, അത്രയും ഒത്തൊരുമിച്ച് പോകാൻ പറ്റില്ലാത്ത ആളുകളുണ്ടായിരിക്കാം. പക്ഷേ വി കനോട്ട് മേക്ക് എ ജനറൽ കൺക്ലൂഷൻ ദ പീപ്പിൾ ആർ ബാഡ്.
പിതാവേ, പുറത്തുമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലെ വലിയ പ്രശ്നങ്ങൾ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ട്. പ്രത്യേകിച്ച് മതപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, മറ്റു രീതിയിലൊക്കെ സംസ്കാരപരമായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊരു ചിന്തയുണ്ട്. പിതാവിനെ സംബന്ധിച്ച് ഈ ഒരു നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്, ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെ ഉള്ള ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നുപോയ ഒരു രൂപതയാണ് ഇറ്റാനഗർ എന്ന രൂപത. പക്ഷേ ഇപ്പോൾ നാം നോക്കുമ്പോൾ ആ രൂപത അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നില്ല. കാരണം ഇവിടെയുള്ള ആളുകൾ എല്ലാവരും സ്നേഹത്തോടു കൂടി കഴിഞ്ഞു പോകുന്നവരാണ്. ഞാൻ ഏത് ഗ്രാമത്തിൽ ചെന്നാലും, ഏത് ഇടവകയിൽ ചെന്നാലും പല മതത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മളുടെ ക്രിസ്തീയ സഭ വരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി റെസിസ്റ്റൻസ് അനുഭവിച്ചൊരു സഭയായത് ഇറ്റാനഗർ എന്ന് പറയുന്ന രൂപത. വിശ്വാസത്തിൻ്റെ പേരിൽ ആളുകളെ ഒത്തിരി പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയും അവരുടെ ഗ്രാമങ്ങൾ ഒക്കെ കത്തിച്ചാമ്പലാക്കുകയും ചെയ്ത കഥകളാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസം വന്നതിന് ശേഷം ആ കോൺസെപ്റ്റ്, ആ ഐഡിയ, അവരുടെ ആ പ്രവണത മാറി. ഇപ്പോൾ they are more friendly and they work together. We work together. So I am very happy with the people of this place.